റീസർവേക്ക് ശേഷം പട്ടികവർഗ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയതായി പരാതി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്നും ആരോപണം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പിലിക്കോട് പഞ്ചായത്തിൽ ദേശീയപാതയ്ക്കരികിലായി പഴയ സർവേ നമ്പർ 42/2 പുതിയ റീസർവേ നമ്പർ 229/10 ഹർജൻ വെൽഫെയർ സ്കൂളിനു വേണ്ടി നീക്കിവെച്ച 1.89 ഏക്കർ ഭൂമി ലീസിന് വാങ്ങി സ്വകാര്യ വ്യക്തി കയ്യേറി കയ്യിൽ വെക്കുന്നതായി ഓൾ ഇന്ത്യ റൈറ്റേഴ്സ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി കെ സുന്ദരൻ, ജില്ലാ കമ്മിറ്റി അംഗവും എഴുത്തുകാരനുമായ ഇ ശശിധരൻ, ദളിത് ആക്ടിവിസ്റ്റ് പി സീതാരാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആകെയുള്ള 2 എൻട്രിയാണ് അറിയുന്നത്. അതൊക്കെ നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ കാരണം ഇത് ജനങ്ങൾ അറിയണം, ജനങ്ങൾ അറിയിക്കണം. ഇതിപ്പോ ഞങ്ങൾ ഏതൊക്കെ പോകും. ഇതിപ്പോ ചിലപ്പോൾ കളക്ടറാണ്, കളക്ടറിനെതിരെ നടപടി എടുക്കുന്നില്ല എങ്കിൽ നമ്മളിത് കോടതി ഇവിടുന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ സോൾവ് ചെയ്തെങ്കിൽ ഹൈക്കോടതി മാത്രം ചെയ്യും. 1982 മുതൽ 1998 വരെ വ്യാവസായിക ആവശ്യത്തിനായി ലീസിന് വാങ്ങിയ ഭൂമിയാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തി ദുരുപയോഗം ചെയ്യുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ലീസ് വ്യവസ്ഥ ലംഘിച്ച് താറിട്ട റോഡും ഓടിട്ട കെട്ടിടവും പണിതതിനാൽ ലീസ് റദ്ദു ചെയ്യുന്നതിന് ഉത്തരവായിട്ടും അതിനെതിരെ മില്ലുടമ RDO കാഞ്ഞങ്ങാടിന് അപ്പീൽ നൽകി. അപ്പീലും നിരസിച്ചതിനാൽ ബോർഡ് ഓഫ് റവന്യൂവിനെ സമീപിച്ചു. ബോർഡ് ഓഫ് റവന്യൂവിന്റെ ഉത്തരവ് പുനഃപരിശോധന RDO 2001 ലീസ് ഒഴിപ്പിക്കുന്നതിനു വേണ്ടി ഉത്തരവായി. നാളിതുവരെയായി RDOവിന്റെ ഉത്തരവ് നടപ്പിലാക്കുകയോ ലീസ് പുതുക്കി നൽകുകയോ ചെയ്തിട്ടില്ല. 1980-ലും 82-നും മുകളിൽ സൂചിപ്പിച്ചതായ ഭൂമിയുമായി ബന്ധപ്പെട്ട് പിലിക്കോട് LA 24/72 എന്ന വ്യാജ LA നമ്പറിട്ട് 2 വ്യാജ ആധാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.